എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവി ഫ്രാഞ്ചൈസിയാണ് മിഷൻ ഇമ്പോസിബിൾ. ആ ഒരു മൂവി ഫ്രാഞ്ചൈസിയുടെ ലാസ്റ്റ് മൂവിയാണ് മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റെക്കനിങ്. ഈ ഒരു ഫ്രാഞ്ചൈസിലുള്ള എല്ലാ മൂവീസും എന്റെ ഫേവറേറ്റ് ആണ്. അതിലും എടുത്തു പറയണമെങ്കിൽ എന്റെ ടോപ്പ് ഫേവറേറ്റ് എന്ന് പറയുന്നത് MI1, 3, 4, റോഗ് നേഷൻ ആൻഡ് ഫോളോ ഔട്ട് ആണ്. അതൊക്കെ അടിപൊളിയാണ്. ഈ ഒരു ഫ്രാഞ്ചൈസിലെ വൺ ഓഫ് ദ ടോപ്പ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതിലും റോഗ് നേഷൻ ആൻഡ് ഫോളോ ഔട്ട്, മാൻ, ഒരു സീക്വൻസ് ഒരു യൂട്യൂബിലോ ഇൻസ്റ്റയിലോ കണ്ടാൽ പോലും ഒരു ഫുൾ മൂവി ഇരുന്ന് കാണാൻ തോന്നും. അമ്മാതിരി ലെവലായിട്ടുള്ള ഒരു മൂവിയാണ്. ആൻഡ് ഈ ഫ്രാഞ്ചൈസിലെ ലാസ്റ്റ് മൂവി ആയിട്ടുള്ളത് ഈ ഫൈനൽ റെക്കനിങ്ങിന് തൊട്ട് മുമ്പ് റിലീസായ ഒരു മൂവിയാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഫസ്റ്റ് പാർട്ടാണ് മിഷൻ ഇമ്പോസിബിൾ ഡെഡ് റെക്കനിങ് എന്ന് പറയുന്നത്. ആ ഒരു മൂവി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ ആയിട്ടുള്ള ഈ AI സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ChatGPT ഉള്ള സോഫ്റ്റ്വെയർസ് ഇപ്പോഴത്തെ കറന്റ് വേൾഡിനെ എങ്ങനെ അഫക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കമ്പ്യൂട്ടേഴ്സും AIs ഒക്കെ എങ്ങനെയാണ് ഹ്യൂമൻ കൈൻഡിനെ തന്നെ ഇല്ലാതാക്കുന്നത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച അല്ലെങ്കിൽ ഒരുപാട് അടിപൊളി ആക്ഷൻ സീക്വൻസ് ആയിട്ടുള്ള ഒരു കിടിലും ടൈലൻഡുള്ള ഒരു മൂവി ആയിരുന്നു. സോ അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ ഈ ഒരു മൂവി ഫ്രാഞ്ചൈസിയുടെ ലാസ്റ്റ് മൂവി, അതായത് ഇനി ഇതിന് ശേഷം മൂവീസ് ഇല്ല, അങ്ങനത്തെ ഒരു പോയിന്റ് വരുന്ന മൂവി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യും. ഫോർ മീ, ഞാനൊരു മിഷൻ ഇമ്പോസിബിൾ ഫാനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും വർഷം ഞാൻ കണ്ട എക്സ്പീരിയൻസ് ചെയ്തതിനേക്കാളും ടോപ്പ് ലെവലായിട്ട് അല്ലെങ്കിൽ വേറെ ലെവലിൽ നിൽക്കുന്ന മൂവി ആയിട്ടാണ് വരാൻ പോകുന്നതായിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻസോടെയാണ് ഞാൻ ഈ ഒരു മൂവി IMAX-ൽ കണ്ടത്. IMAX-ൽ കാണാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ് അല്ലെങ്കിൽ ഇതിന്റെ പ്രസന്റേഷൻ്റെ അപ്പുറത്തേക്ക് ഈ ഒരു മൂവിയുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സ്റ്റണ്ടും ബാക്കിയുള്ള വിഷ്വൽ പ്രസന്റേഷൻ അടിപൊളി ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ IMAX ചൂസ് ചെയ്തത്. സോ ഇങ്ങനത്തെ ഒരു പീക്ക് മൂവ്മെന്റ് നിന്നിട്ടാണ് ഞാൻ സിനിമയ്ക്ക് പോകുന്നത്. ആൻഡ് ഫോർ മീ, എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങ് വർക്കായില്ല. കാരണം ഈ ഒരു മൂവി ഫ്രാഞ്ചൈസിൽ ഇതിനു മുമ്പുള്ള ഏത് മൂവി എടുത്ത് നോക്കിയാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും, അല്ലെങ്കിൽ റിപ്പീറ്റ് വാല്യൂ ആയാലും ആ ഒരു മൂവീസിന് ആക്ഷൻ കൊറിയോഗ്രാഫി ആയാലും സ്റ്റോറി ടെല്ലിംഗ് ആയാലും ക്യാരക്ടേഴ്സ് ആയാലും എല്ലാം അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ത്രൂ ഔട്ട് മൂവി ഭയങ്കര ഒരു എൻഗേജിംഗ് ഫാക്ടർ കാണും. പക്ഷേ ഇതിലോട്ട് വന്നപ്പോൾ ആ ഒരു ഫൈനൽ റെക്കനിങ്ങിലോട്ട് വന്നപ്പോൾ അങ്ങനെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ ഡ്യൂറേഷൻ തന്നെയാണ്. കാരണം ഈ ഒരു മൂവിയുടെ പാർട്ട് 1 തന്നെ എല്ലാം പറഞ്ഞ് തീർക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ടൈലൻഡിലാണ് കൊണ്ട് നിർത്തുന്ന ആ ഒരു വില്ലൻ ആരാണ്, ആ ഒരു AIക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിന്റെ പവേഴ്സ് എന്താണ്, അല്ലെങ്കിൽ അത് ഈ വേൾഡിനെ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യും, എല്ലാ കാര്യങ്ങളും പറഞ്ഞ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു സബ് വില്ലനും ബാക്കിയുള്ള ക്യാരക്ടേഴ്സും ഇവന്റ്സും സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞ് പ്രോപ്പർ എൻഡിങ് ആണ്. പക്ഷെ ആ ഒരു സെക്കൻഡ് പാർട്ടിലോട്ട് അല്ലെങ്കിൽ ഫൈനൽ മൂവിലോട്ട് വരുമ്പോൾ അതേ കാര്യങ്ങൾ അതിനെ റിപ്പീറ്റ്ലി ആ ഒരു മൂവിയുടെ ഫസ്റ്റ് ഹാഫ് വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല, കുറേ നേരം ഇങ്ങനെ സംസാരം മാത്രം. കാരണം നമുക്ക് കാര്യം അറിയാം, അല്ലെങ്കിൽ എന്താണ് ഇവന്റ്സ് എന്ന് അറിയാം, പക്ഷെ ആ ഒരു ചെറിയൊരു കാര്യത്തിനെ വലിച്ചു നീട്ടി ഇങ്ങനെ ഒരു സ്ട്രെച്ച് ചെയ്ത് ആ ഒരു ഫസ്റ്റ് ഹാഫ് വരെ കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു ഫസ്റ്റ് ഹാഫിൽ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്ന ഒരു ട്രിബ്യൂട്ട് പോലെ ഒരു സീക്വൻസ് കാണിക്കുന്നുണ്ട് ഈ ഒരു മൂവിയിൽ. അതായത് നമ്മൾ ഇതിനു മുമ്പ് റിലീസായിട്ടുള്ള എല്ലാ മൂവീസിന്റെ ഇവന്റ്സും ഒരു ചെറിയൊരു ട്രിബ്യൂട്ട് പോലെ കാണിക്കുന്നുണ്ട്. അത് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു ഇമോഷണൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ആ ഒരു സീക്വൻസിന് ആ ഒരു ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്നിട്ടും കണ്ടുകൊണ്ടിരിക്കേണ്ട മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അഫ്കോഴ്സ് ടോം ക്രൂസ് ആണ്. ആൻഡ് മൂവിയുടെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഒന്ന് ഹൈ ആവുന്നുണ്ട്, ഒന്ന് എൻഗേജിങ് ആവുന്നുണ്ട്, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, മൂവി കത്തി കയറി ഇനി അവസാനം വരെ ഇതേ ഒരു വൈബ് ആയിരിക്കും. പക്ഷെ പിന്നീട് അതുപോലെ തന്നെ വളരെ സ്ലോ പീസായിട്ട് വളരെ ലീനിയർ ആയിട്ടാണ് മൂവി മുന്നോട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഒരു എൻഗേജിങ് ഫാക്ടറോ അല്ലെങ്കിൽ നമ്മൾ പിടിച്ചിരുന്ന ഒരു എലമെന്റ് പോലും ആ ഒരു മൂവിയുടെ പ്രീ ക്ലൈമാക്സ് വരെ ഇല്ല. വളരെ സ്ലോ പീസായിട്ടാണ്, വളരെ നോർമൽ ആയിട്ടാണ് എനിക്ക് പോയത്. കാരണം നമ്മളൊരു മിഷൻ ഇമ്പോസിബിൾ മൂവിയാണ് കാണുന്നുള്ള ഫീല് പല സ്ഥലത്തും നമുക്ക് കിട്ടത്തില്ല. അങ്ങനത്തെ രീതിയിലാണ് പോകുന്നത്. ആകെ ഒരു മൂവിയിൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അടിപൊളി എന്ന് എനിക്ക് തോന്നി ആ ഒരു IMAX കണ്ടുകൊണ്ട് കുറച്ചും കൂടി ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് അടിപൊളിയായിട്ട് തോന്നിയത് ഈ ഒരു മൂവിയുടെ ക്ലൈമാക്സ് വരുന്നത്. നിങ്ങൾ ഓൾറെഡി ആ യൂട്യൂബിലൊക്കെ കണ്ടാണ് ആ ഒരു സ്റ്റണ്ട് സീക്വൻസ് ഉണ്ട്, 2 പ്ലെയിൻ്റെ, പിന്നീട് ഒരു അണ്ടർ വാട്ടർ സബ്മറൈനിലുള്ള സീക്വൻസ് ഉണ്ട്. അത് രണ്ടും അടിപൊളിയായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് വാസ് ലൈക്ക് നൈസ് ആയിരുന്നു. നല്ലൊരു ടെൻഷൻ ബിൽഡ് ചെയ്യുന്നുണ്ട് ആ ഒരു സീക്വൻസ് മാത്രം. അതായത് ആ ഒരു അണ്ടർ വാട്ടർ സീക്വൻസും ആ ഒരു ഫൈനൽ സീക്വൻസും അത് വേറൊന്നും കൊണ്ടല്ല, ആ ഒരു എൻ്റയർ സീക്വൻസ് തൂക്കിക്കൊണ്ടുപോയത് ടോം ക്രൂസ് തന്നെയാണ്. കാരണം മൂപ്പർ വാസ് ലൈക്ക് അടിപൊളിയായിരുന്നു. മൂപ്പർ വേറെ ലെവലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. റിസ്ക് എടുക്കുന്നവർക്ക് അങ്ങനെ റസ്ക് തിന്നണ പോലെയാണ്. അതൊന്നും ഒരു പ്രശ്നമില്ല, കാര്യമല്ല. അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രീ ക്ലൈമാക്സ് വരെ മൂവി വളരെ ബോറായിട്ടാണ് പല ഏരിയാസിലും. ഒന്ന് അപ്പാവും, അപ്പം ഞാൻ വിചാരിക്കും ഓക്കെ അടിപൊളിയായിരിക്കും, പിന്നീട് നേരെ താഴോട്ട് വരും, പിന്നീട് ഒന്ന് അപ്പാവും, പിന്നീട് നേരെ താഴോട്ട് വരും. ഇതേ ലെവലാണ് പോകുന്നത്. പക്ഷെ ആ ഒരു ലാസ്റ്റ് ഒരു 30 മിനിറ്റ്സ് കുറച്ച് അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു എൻ്റയർ മൂവി വെച്ച് നോക്കുമ്പോൾ എസ്പെഷ്യലി ആ ഒരു പ്ലെയിൻ സീക്വൻസ്, അവിടെ ഉണ്ടായിരുന്ന കുറേ സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അത് നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത് അടിപൊളിയായിരുന്നു. അവസാനത്തെ സീക്വൻസിലുള്ള സ്റ്റണ്ടൊക്കെ അടിപൊളിയായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ ആ ഒരു മൂവിയുടെ ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത്രയും വലിയൊരു മൂവി ഫ്രാഞ്ചൈസിയുടെ ലാസ്റ്റ് മൂവിയാണ്. സോ അങ്ങനെ വരുമ്പോൾ ഒരു പ്രോപ്പർ എൻഡിങ് ആ ക്യാരക്ടേഴ്സിനായാലും ഇവന്റ്സിനായാലും അല്ലെങ്കിൽ ആ ഒരു മൂവിക്ക് തന്നെ ഒരു പ്രോപ്പർ എൻഡിങ് ആയിട്ട് എനിക്ക് എവിടെയും ഫീൽ ആയില്ല. ഭയങ്കര ക്ലീഷയായിട്ട് ഭയങ്കര പ്രിഡിക്റ്റബിൾ ആയിട്ട് ഇങ്ങനെ കൊണ്ട് നിർത്തുന്ന ഒരു എൻഡിങ് ഉണ്ടല്ലോ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. അതുപോലെയാണ് ഈ ഒരു മൂവിയുടെ ക്ലൈമാക്സ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇത്രയും വലിയൊരു കിഡിലെ മൂവി ഫ്രാഞ്ചൈസിയുടെ എൻഡിങ് എന്നൊക്കെ പറയുമ്പോൾ ആസ് ഒരു ഫാൻ ബോയ് അല്ലെങ്കിൽ ഈ ഒരു മൂവി ഫ്രാഞ്ചൈസിയുടെ ഇത്രയും മൂവീസ് കണ്ടിട്ടുള്ള ഏതൊരാളും ആഗ്രഹിക്കും ഓക്കെ ഇതിന്റെ ഫൈനൽ എന്ന് പറയുമ്പോൾ ടോപ്പ് ലെവൽ, അതും എസ്പെഷ്യലി ക്ലൈമാക്സ് എന്നൊക്കെ പറയുമ്പോൾ ടോപ്പ് ലെവൽ കൊണ്ട് എത്തിക്കണം എന്ന് ആഗ്രഹിക്കും. പക്ഷെ അങ്ങനെ ഒന്നും ആ ഒരു ക്ലൈമാക്സിൽ കണ്ടില്ല. ആകെ ഒരു എൻ്റയർ മൂവിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സീക്വൻസ് എന്ന് പറയുന്ന ആ ഒരു അണ്ടർ വാട്ടർ സബ്മറൈൻ സീക്വൻസും ആ ഒരു എയറോപ്ലെയിനുള്ള സീക്വൻസും മാത്രമാണ്. പിന്നെ ഒരു ചെറിയൊരു ട്രിബ്യൂട്ട് പോലെ ഒരു സീക്വൻസ് വന്നു പോകുന്നുണ്ട്. ബാക്കിയെല്ലാം വളരെ നോർമലായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് ഫീൽ ചെയ്തില്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മിഷൻ ഇമ്പോസിബിൾ മൂവിയാണെന്ന്. മിഷൻ ഇമ്പോസിബിൾ മൂവി ഫ്രാഞ്ചൈസിയുടെ ഏറ്റവും വീക്കസ്റ്റ് മൂവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അങ്ങനെയായിരുന്നു മൂവി അവർ പ്രസന്റ് വെച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ലെവലിലാണ് ഈ ഒരു മൂവി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആ ഒരു മൂവി തിയേറ്ററിൽ കയറി
കയറി ആ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ടുമുമ്പുള്ള എൻ്റെ ഒരു ഫീലിംഗ് എന്ന് പറയുന്ന ഇത്രയും വലിയൊരു മൂവി ഫ്രാഞ്ചൈസിയുടെ ലാസ്റ്റ് മൂവി കാണാൻ പോകുന്നു. അപ്പം വേറെ ലെവൽ ടോപ്പ് ലെവലായിരിക്കും, അതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ല എന്നൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ സിനിമയ്ക്ക് ഇരിക്കുന്നത്. സത്യം പറഞ്ഞിട്ടല്ല, ഞാൻ ഭയങ്കര ഡിസപ്പോയിൻ്റ് ആണ്. ആ ഒരു മൂവി എന്നെ പിടിച്ചിരുത്തിയ ഒറ്റ എലമെന്റ് എന്ന് പറയുന്ന ടോം ക്രൂസ്, വേറെ ആരുമില്ല, വേറെ ഒരു ക്യാരക്ടേഴ്സും ഇല്ല. നമ്മൾ ഈ മൂവി ഫ്രാഞ്ചൈസിൽ കണ്ട് ഇഷ്ടപ്പെട്ട ഒരുപാട് ക്യാരക്ടേഴ്സ് പോലും ഈ സിനിമയിൽ അടിപൊളിയായിട്ട് വന്നിട്ടില്ല. വേറെ ഒന്നും എനിക്ക് എവിടെയും ഫീൽ ആയില്ല. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മൂവി, ആക്ഷൻ സീക്വൻസ് പോലും എടുത്തു പറയാൻ, അല്ലെങ്കിൽ ഓക്കെ ഇത് അടിപൊളിയായിരുന്നു അത് അടിപൊളിയാണ് അങ്ങനെ പറയാനുള്ള ഒന്നുമില്ല. ആ ഒരു 2 സീക്വൻസിലുള്ള അല്ലാതെ വേറെ ഒരു കിടിലം എന്ന് പറയാൻ വേറെ ഒന്നുമില്ല സിനിമയിൽ, അല്ലെങ്കിൽ എടുത്തു പറയാൻ, അല്ലെങ്കിൽ അടിപൊളി എക്സ്പീരിയൻസ് ആണെന്ന് പറയാൻ പറ്റിയ ഒരു ഐറ്റംസും ഇല്ല. ഒരു റിപ്പീറ്റ് വാല്യൂ, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഈ ഫോളോ ഔട്ടും റോഗ് നേഷനൊക്കെ അതിൻ്റെ ഏതെങ്കിലും സീക്വൻസ് യൂട്യൂബിലോ ഇൻസ്റ്റയിലോ കണ്ടാൽ പോലെ നമുക്ക് ആ ഒരു എൻറ്റയർ മൂവി ഇരുന്ന് കാണാൻ തോന്നും. അതാണ് ആ ഒരു മൂവിയുടെ റിപ്പീറ്റ് വാല്യൂ, അല്ലെങ്കിൽ അങ്ങനത്തെ ലെവലിലാണ് ആ ഒരു മൂവി പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ അങ്ങനെ ഒന്നും തോന്നത്തില്ല, കാരണം എന്നെ അത്രമാത്രം ഡിസപ്പോയിന്റ് ചെയ്ത ഒരു മൂവിയാണ്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇത് മൂവി കണ്ടിട്ടുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ എന്തായാലും പോയി കണ്ടുപോകുക. കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.